മോനെ, എല്ലാവിധ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും തരണമെന്ന് കണ്ണടച്ച് ഈശ്വരനോട് പ്രാർത്ഥിക്കും. ഭഗവാനെ, എന്റെ അനിതയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തി തരണേ. മിസ്റ്റർ കൃഷ്ണൻകുട്ടി നായർ, ആരാ? മിസ്റ്റർ കൃഷ്ണൻകുട്ടി നായർ, അതെ. ഹൈക്കോർട്ടിൽ ഒരു ഫോർജറി കേസിന് ഗണപതിയർക്ക് വക്കാലത്ത് കൊടുത്തത് നിങ്ങളല്ലേ? അത് ഞാൻ തന്നെയാ. ഇതൊരു പോലീസ് കേസ് അല്ലെന്നും ഗണപതിയർ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അത് ഞാൻ പറയാം. അകത്തോട്ടിരിക്കാം. കക്ഷികളുടെ താല്പര്യം പോലെ ഇരിക്കും കേസിന്റെ ജയവും തോൽവി. നിങ്ങൾക്കില്ലാത്ത താല്പര്യം ഞങ്ങൾ കാണിക്കണം. സാറിന് മനസ്സിലായില്ല. ഞാൻ ഗണപതിയരുടെ ജൂനിയറാണ്. പക്ഷെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ഞാനാണ് അറ്റൻഡ് ചെയ്യാറുള്ളത്. അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ. ഇങ്ങോട്ടിരിക്കാം. ഇരിക്കുന്നില്ല. എനിക്ക് ഡിസ്ട്രിക്ട് കോർട്ടിൽ ചില ജഡ്ജ്മെന്റ്സ് പഠിക്കാനുണ്ട്. കുറച്ച് ദിവസം കൂടെ കാണും. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കക്ഷികളെ തേടിപ്പിടിച്ച് വക്കാലത്തെടുക്കേണ്ട ഗതികേട് ഗണപതിയർക്കില്ല. എനിക്ക് തീരെയില്ല. കുറച്ച് സാമ്പത്തിക പ്രശ്നമെങ്കിൽ അപ്പീൽ കൊടുക്കാൻ പോകരുതായിരുന്നു. അയ്യരുടെ ഫീസ്, കോടതി ചെലവ്, അടുത്ത ആഴ്ച വരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുങ്ങിക്കളയാനുണ്ടായത്. 2 ദിവസത്തിനകം എല്ലാം ശരിയാക്കാം. മിസ്റ്റർ കൃഷ്ണൻകുട്ടി നായർ, ഗണപതിയർ ഈ കേസ് ഏറ്റെടുത്തു എന്നറിഞ്ഞപ്പോ തന്നെ എതിർകക്ഷി ശിവരാമൻ ആകെ വരണ്ടിരിക്കുകയാണ്. പല ഭാഗത്തു നിന്നും പല രീതിയിലും പ്രഷറുണ്ടായി വക്കാലത്തെടുക്കാതിരിക്കാൻ. അതുകൊണ്ട് തന്നെ ഗണപതിയർക്ക് വാശിയായി. പക്ഷേ ഒരാഴ്ചക്കകം നിങ്ങൾ കാശുമായി വന്നില്ലെങ്കിൽ നിങ്ങളുടെ കേസ് കേട്ടെടുത്ത് ചവറ്റുകൊട്ടയിലെറി. ഇനി വല്ലതുണ്ടോ അച്ഛാ ഇവിടെ വിറ്റ് പറക്കാൻ? വീട് ജപ്തി ചെയ്യാൻ കടക്കാർ എപ്പോഴാ വരുന്നെന്ന് അറിയില്ല. ഇനിയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചുകൂടെ? ഞങ്ങളെ തെരുവിലിറക്കാതെ അച്ഛന് സമാധാനാവില്ല അല്ലേ? മകളായിരിക്കും അല്ലേ? സ്മാർട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ. തന്നെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. സ്ത്രീയാണോ പുരുഷനാണോ? പുരുഷനാ. സ്വല്പം പ്രായമുള്ള ആളാ. എന്താ തിരക്കിലാണോ? സാരമില്ല. എന്താ വിശേഷം? അകത്തേക്ക് ഇരിക്കാം. വേണ്ട, ഞാൻ ബാലിനോട് പറയാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തോ പരിചയപ്പെട്ടപ്പോ തന്നെ സ്വന്തം കുടുംബത്തിലൊരാളാണ് ബാലൻ തോന്നി. എങ്കിൽ മുഖവരെ ഒന്നും വേണ്ടല്ലോ, കാര്യം പറഞ്ഞോളൂ. കഴിഞ്ഞ 6 വർഷങ്ങളായി മനസ്സമാധാനം ഞാൻ അറിഞ്ഞിട്ടില്ല. വക്കീൽ ഓഫീസിലും കോടതി വരാതെ ഇത് അലഞ്ഞലഞ്ഞ് ഞാനൊരു രോഗിയായി. അച്ഛൻ എന്തിനാ ഈ വെയിലത്ത് ഇങ്ങോട്ട് വന്നത്? ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരുമായിരുന്നില്ലേ? അവിടെ ഒന്ന് സംസാരിച്ചാൽ ശരിയാവില്ല ബാല. ഹൈക്കോടതിയിലെ ഗണപതിയർക്ക് വക്കാലത്ത് കൊടുത്തിരിക്കുക. അപ്പോ പറഞ്ഞോളൂ. 100% സത്യം എന്റെ ഭാഗത്തുള്ളപ്പോ പരാജയത്തിന്റെ പ്രശ്നമേ ഇല്ല. കീഴ്ക്കോടതിയിലൊന്നും കേസ് നേരാമണം നടത്താൻ എനിക്ക് പറ്റിയില്ല. ഗണപതിയെ പറ്റി കേട്ടിട്ടുണ്ടോ ബാലൻ? ഇല്ല. മിടുമിടുക്കൻ. അദ്ദേഹം എനിക്ക് ഉറപ്പ് വന്നിരിക്കുകയാണ്. അനുകൂലമായ ഒരു വിധി എന്തായാലും കിട്ടും. പക്ഷേ തൽക്കാലം ഞാനിതൊക്കെ ബാലനോട് പറഞ്ഞത് അന്തി അറിയണ്ട. ഇല്ല, പറഞ്ഞോളൂ. ഒരു 10,000 രൂപ ഉണ്ടെങ്കിലേ കാര്യം നടക്കും. ബാലന്റെ കയ്യിലില്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും വാങ്ങിച്ചു തന്നാലും മതി. നമുക്ക് പലിശ എത്ര വേണമെങ്കിലും കൊടുക്കാം. അത് ഞാൻ ബാലിനെ ബുദ്ധിമുട്ടിക്കാണോ? ചേച്ചേ, എന്നോട് ഒരു അടുപ്പം തോന്നിയതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. പക്ഷെ ഇത്രയും പണം പെട്ടെന്നാരും കൈവായ്പല്ല. പ്രശ്നമില്ല. ഒരു പ്രോപ്പർട്ടി പണയം വെച്ചാൽ എവിടെന്നെങ്കിലും പണം കിട്ടാൻ സാധ്യതയുണ്ടോ? അത്
ഞാൻ ബാലിനെ വിഷമിപ്പിക്കലാവില്ലേ? പിന്നെയും പിന്നെയും അത് തന്നെ പറഞ്ഞാലോ? എവിടെ പണയം വെക്കാം അത് പറ. പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തോളാം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ബാല. എന്നെ ഇങ്ങനെ അന്യനായിട്ട് കാണുന്നത് എനിക്കിഷ്ടമല്ല. ഓക്കെ, ഇതാ താങ്ക്സ്. ശരി. അനിധി എവിടെ? അവൾ അടുക്കളയിൽ നിന്ന് കഴിച്ചോളാം. ഇന്ന് വിളിക്കാവളെ. അത് കൊള്ളാം. ബാലനെന്താ പുറത്തുള്ള ആളാണോ? മോളെ, അച്ഛൻ വിളിക്കുന്നു. ഈ കൂട്ടാൻ വളരെ നന്നായിരിക്കുന്നു. ഞാൻ വെച്ചതല്ല, മോളുണ്ടാക്കിയതാ. ഇവ ഉണ്ടാക്കിയ വായ നോക്കാൻ കൊള്ളില്ല. പക്ഷെ എന്റെ മോള് പഠിക്കാനും പഠിപ്പിക്കാനും മാത്രമല്ല പാചകകലയിലും മിടുപിടിക്കുക. നിനക്ക് എന്താ മോളെ ഇവിടെ വന്നിരുന്നാല്? ബാലനെന്താ അന്യനാണോ? എന്റെ മോനാണ്. ഇന്നത്തെ കാലത്ത് ഇത്രയും സ്നേഹമുള്ള ചെറുപ്പക്കാരനെ മഷിയിട്ട് നോക്കിയാൽ കാണില്ല. ബാലേട്ടൻ കുറച്ച് കൂടെ വിളമ്പിക്കൊടു. മതി, ഒരുപാട് കഴിച്ചു. എന്റെ ഒരു സന്തോഷത്തിനാ. കുറച്ച് നോക്കി നിൽക്കാതെ വിളമ്പ് മോളെ. ആരാ ബാലിന്റെ വീട്ടിൽ പാചകമൊക്കെ? ചേച്ചിയാ, പക്ഷെ രുചിയൊക്കെ ഒരു കണക്കാ. എന്നാ പിന്നെ നേരെ ഇങ്ങോട്ട് പോര്. ബാലിന് എന്താ ഇഷ്ടമുള്ള വെച്ചാൽ എന്റെ മോൾ ഉണ്ടാക്കി തരും. സമയം വരട്ടെ. അച്ഛൻ നിറച്ച് ഊണ് കഴിക്കും. ഞാൻ എഴുന്നേക്കട്ടെ. മോളെ ബാലിന് ടൗൽ എടുത്തു കൊടുക്ക്. അച്ഛന് വലിയ ഇഷ്ടമായിരിക്കാണല്ലോ ആളിനെ. ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമൊന്നുമില്ലല്ലോ. എനിക്കെന്താ ഒരു കുറവ്? MA കാരനല്ലേ, സൽസ്വഭാവിയല്ലേ, സ്മാർട്ട് അല്ലേ, കണ്ടുവന്ന സൗന്ദര്യല്ലേ? 2000 രൂപ ശമ്പളവും അല്ലേ? അതോ, അത് അച്ഛനും അമ്മയ്ക്കും എന്നെ പറ്റി ഒരു മതിപ്പുണ്ടാവാൻ ഞാനൊരു നുണ പറഞ്ഞതാ. അച്ഛന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. എന്ത് ആവോ എനിക്കറിയില്ല. ചിലപ്പോ സുന്ദരനും സൽസ്വഭാവിയുമായ ഒരു MA കാരനെ കൊണ്ട് മകളെ കെട്ടിക്കുന്ന കാര്യമാവാം. പിന്നെ ആരെ? ഹിയറിംഗിന് വെച്ചിരിക്കുകയാണ് നവംബർ 19. പ്രമാദമായ ഡ്രാഫ്റ്റ് കേസ് ഗണപതിയെ ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. അതിന്റെ നൂലാമാലകൾക്കിടയിൽ ഈ പെറ്റി കേസ് ആര് ശ്രദ്ധിക്കാൻ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പെറ്റി കേസല്ല വക്കീലെ. പ്ലീസ് എന്നെ വക്കീലെ എന്ന് വിളിക്കരുത്. കുറച്ചുകൂടെ സ്വാതന്ത്ര്യമെടുക്കാം. രാമകൃഷ്ണൻ എന്ന് വിളിക്കാം. ഇവിടം കൊണ്ട് അനുകൂലമായൊരു വിധി കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ മരിക്കാൻ ഇമോഷണൽ ആവാതിരിക്കും. ഇന്ത്യൻ പീനൽ കോഡിന്റെ എവരി നൂക്ക് ആൻഡ് കോർണർ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഐ വിൽ സെൻഡ് ശിവരാമൻ ബിഹൈൻഡ് ദ ബാർസ്. ഐ സ്വെയർ ഐ വിൽ ഡു ദാറ്റ്. ശിവരാമൻ കുത്തുപാള എടുക്കണം. എടുപ്പിക്കാം. പിന്നെ എനിക്കൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കേസ് കൂടിയാണല്ലോ ഇത്. എവിടെ മകളെവിടെ? കേസിന്റെ ഡെവലപ്മെന്റ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാം. അവർക്കൊരു സന്തോഷാവട്ടെ. അവള് സ്കൂളിൽ നിന്ന് വരാൻ സമയമാവുന്നതേ ഉള്ളൂ. സാരമില്ല, വരട്ടെ. ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ട്. ദിവസേന വരാം. കേസ് വിശദമായി പഠിപ്പിക്കാം. അത് ബുദ്ധിമുട്ടാവില്ലേ? വക്കീല് താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ വരാം. വക്കീലല്ല, രാമകൃഷ്ണൻ. എന്റെ നാവിന്ന് അങ്ങനെ വരും. അത് മാറ്റണം. ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, ശീലിക്കണം. മിസ്റ്റർ കൃഷ്ണൻകുട്ടിനാർക്ക് ഒരു മകളല്ലേ ഉള്ളൂ? അതെ. പിന്നെ ഇതാരും മനസ്സിലായില്ല. ആയം ബാലഗോപാലൻ ജ്യേഷ്ഠന്റെയോ അനുജന്റെയോ മകനായിരിക്കും അല്ലേ? ആരാ സർ? ഇത് ഹൈക്കോടതിയിൽ ഗണപതിയുടെ കൂടെയുള്ള. മനസ്സിലായി. പക്ഷേ എനിക്ക് മനസ്സിലായില്ല. ഞാനിവിടുത്തെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. ഇതാ ഐ ആം അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ. നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടല്ലോ. എന്താ ഇവിടെ? ഇന്നലത്തെ പരിചയപ്പെടൽ പൂർണ്ണമായില്ല എന്നൊരു തോന്നൽ. മനസ്സിലായില്ല. നിങ്ങൾക്കിവിടെ എന്ത് ശമ്പളം കിട്ടും? അത് എന്താ കാര്യം? ശമ്പളം എത്രയെന്ന് പറയൂ. തുച്ഛമായ എമൗണ്ട് ആയതുകൊണ്ട് പറയാനുള്ള മടിയാണോ? എന്റെ ശമ്പളക്കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിട്ട് കാര്യം?
മാത്രമല്ല വേറൊരാളുടെ ശമ്പളത്തെ പറ്റി ചോദിക്കുന്നത് ഒരു നല്ല പരിപാടിയല്ല. നിങ്ങൾ ധാരാളം ശമ്പളം വാങ്ങുന്ന ആളാണെന്നുള്ള ഒരു ധാരണ മിസ്റ്റർ കൃഷ്ണൻകുട്ടി നായർക്കുണ്ട്. സ്ഥിതിഗതികൾ കണ്ടപ്പോ അത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. അയാളുടെ മകളുമായിട്ട് എന്താണ് പ്രശ്നം? നിങ്ങളുടെ ഈ വിസ്തരിക്കലിന്റെ ഉദ്ദേശം എന്താ? ഇത് കോടതിയൊന്നുമല്ല. കോടതി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും സംയമനം പാലിക്കുന്നത്. കോടതി ആയിരുന്നെങ്കിൽ എങ്കിൽ ആദ്യത്തെ ക്രോസിംഗിൽ തന്നെ അനുകൂലമായ ഒരു വിധി ഞാൻ നേടിയെടുത്തേനെ. ശരി, എനിക്ക് ജോലിയുണ്ട്. ഇതിനേക്കാൾ വലിയ ജോലി മാറ്റിവെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മിസ്റ്റർ ബാലഗോപാലൻ, ഞാൻ തുറന്നു പറയുകയാണ്, അനിതയെ എനിക്കിഷ്ടമാണ്. ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള എത്രയോ പെൺകുട്ടികൾക്കില്ലാത്ത ഒരു പ്രത്യേകത അനിതയ്ക്കുള്ളതായി എനിക്ക് തോന്നുന്നു. തോന്നണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ എന്നോട് തന്നെ പറയുന്നത്. അനിതയുടെ നല്ല ഭാവിക്ക് നിങ്ങളൊരു വിലങ്ങ് തടയാവരുത്. നിങ്ങൾ അത് അനിതയുടെ രക്ഷകനോ? ഒന്ന് പോയ മിസ്റ്റർ, എനിക്ക് ജോലിയുണ്ട്. മിസ്റ്റർ ബാലഗോപാൽ, നിങ്ങൾ പോയേ. ചേട്ടാ, ബാലല്ലേ? ഇല്ല, ഇപ്പൊ വരും. ഇരിക്കൂ. വൈകുന്നേരം അത്യാവശ്യമായിട്ട് കാണണമെന്ന് ഫോൺ ചെയ്തിരുന്നു. ദേവിക്കറിയോ എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം ഉണ്ടോ? ഒക്കെ പ്രശ്നങ്ങളാണല്ലോ. ദേ, ഞാൻ തന്നെ ഒരു വലിയ പ്രശ്നമല്ലേ. കുടിക്കാൻ എന്താ വേണ്ടത്? ബാലൻ വന്നിട്ട് പറയാം. ദേവി SSLC കഴിഞ്ഞിട്ട് നിർത്തിയല്ലേ? അതെ. എന്താ കൂടുതൽ പഠിക്കാഞ്ഞേ? പഠിക്കാൻ ബുദ്ധിയുണ്ടേ. 3ാമത്തെ തവണയാ SSLC തന്നെ ജയിച്ചത്. ചേച്ചിയും കുട്ടികളും എവിടെ? ചന്ദ്രേട്ടൻ വന്നിരുന്നു. എല്ലാരും കൂടെ സിനിമയ്ക്ക് പോയി. ദേവിക്ക് സിനിമ ഇഷ്ടല്ലേ? ഇഷ്ടമൊക്കെ തന്നെ, പക്ഷെ എന്നെ വിളിച്ചില്ല. പിന്നെ എനിക്കെന്താ പുതിയ കല്യാണാലോചനയൊന്നും കൊണ്ടുവരാത്തെ? നീ കൊറേ നേരം വന്നിട്ട്. നീ എവിടെ ആയിരുന്നടാ? നീ വന്നേ, ഇരിക്കേ. എടാ, ദയവ് ചെയ്ത് നീ ഇപ്പൊ എന്നെ വഴക്ക് പറയരുത്. വളരെ അത്യാവശ്യം. എവിടുന്നെങ്കിലും ഒരു 10,000 രൂപ സംഘടിക്കാൻ പറ്റൂ? 10,000 രൂപ? നാളെ കാലത്ത് 10 മണിക്ക് മുമ്പ് വേണം. എന്തു പറ്റി? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. 8 സെന്റ് പണയം വെച്ചിരിക്കായിരുന്നു. എന്തിന്? അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. വല്ല വഴിയുണ്ടോടാ? എന്താ ബാലയെ പറയുന്നത്? എന്റെ പെങ്ങളുടെ അഡ്മിഷൻ ഡൊണേഷൻ കൊടുക്കാൻ വേണ്ടി പരിചയക്കാരോടെല്ലാം 5ഉം 10ഉം വാങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോ എവിടെ നിന്ന് കിട്ടാനാ? അത് നാളെ കാലത്ത് 10 മണിക്ക് മുൻപ്. വീട് കമ്പനിക്കാരൻ എന്നെ ചതിക്കായിരുന്നു. അറൻകുട്ടി, ഒരാഴ്ചത്തെ അവധി ഞാനെടുത്ത് കെഞ്ചി നോക്കി. പക്ഷേ 10,000 രൂപയുടെ സ്ഥലമല്ലടാ. ഞാൻ ഇനി എങ്ങനെ അവിടെ വീട് വയ്ക്കും? എന്തൊക്കെ വിട്ടുതോ ബാല നീ ചെയ്യുന്നത്? ഈ അവസാന നിമിഷത്തിൽ എവിടെ പോയി കാശുണ്ടാക്കും? പോട്ടല്ലേ? അല്ലാതെ നോക്കിപ്പം എന്ത് ചെയ്യാൻ പറ്റല്ലേ? ബാല, പോകാൻ നേരത്തെ എന്തൊരു ഉത്സാഹമായിരുന്നു. ഇപ്പൊ മോന്താണ്ടില്ലേ? നടക്കിങ്ങോട്ട്. ഫുൾ ടിക്കറ്റ് എടുക്കുകയും ചെയ്തു, ഉറങ്ങുകയും ചെയ്തു. പോയി അങ്ങോട്ട്. അതെ, ഇനി ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇതാര്? നാരായണൻകുട്ടിയോ? ഇപ്പൊ ഒന്നുള്ളൂ. ഞങ്ങൾ ഒരു സിനിമ കാണാൻ പോയിരുന്നു, പ്രേമ സാമ്രാജ്യം. കണ്ടോണ്ടിരിക്ക. ലാസ്റ്റ് നായിക്ക് ക്യാൻസർ വരിക. അത് ഗംഭീരായിട്ടുണ്ട്. സ്റ്റണ്ട് ഞാൻ വിചാരിച്ച അത്ര നന്നായില്ല, എന്നാലും ഒപ്പിച്ചിട്ടുണ്ട്. വല്ലാതെ വിശക്കണ്. ഊണ് ഇരിക്കട്ടെ, ഉണ്ണണം വേണ്ട? ഓ ഓ ഓ ഓ ഓ ഓ. जिंदाबाद
തൊഴിലാളി സമരം സിന്ദാബാദ്, തൊഴിലാളികളുടെ ചോര കുടിച്ച് പതിച്ചു നിവർക്കും മുതലാളി, കാലം മാറി കോലം മാറി, തൊഴിലാളി ഇന്ന് ഒറ്റയ്ക്കല്ല, സിന്ദാബാദ്, മരണം വരെയും സമരം ചെയ്യും, അവകാശങ്ങൾ നേടിയെടുക്കും, തല്ലാൻ വന്നാൽ കൊല്ലാൻ വന്നാൽ കയ്യും കെട്ടി ഇരിക്കൂല. 1500 രൂപ കലക്ഷൻ കിട്ടുന്ന റൂട്ടാണ്. ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ ഒന്ന് കെഞ്ചി. അല്ല, ഞാൻ അറിയാൻ ചോദിക്കാം, ഈ സ്വത്ത് എന്തിനു വേണ്ടി ലഭിച്ചത്? ഇവിടെ കല്യാണം കഴിക്കാം, അതിന് ചാവടിന്തം നടത്താൻ. ഇങ്ങനെ കാട്ടിന് വലിയ കാര്യമൊന്നുമില്ല. കുടുംബസ്നേഹം ഇല്ലാത്തവരെ പറ്റി വെറുതെ സംസാരിക്കുന്ന എന്തിനാ ചന്ദ്രേട്ടാ? മുത്തശ്ശിയാണ് ഇവിടുത്തെ ഗൃഹസ്ഥ, അതോ വേറെ വല്ലവരും? മുത്തശ്ശിയുടെ ഒരു വാക്കാവൻ ചോദിച്ചോ ഈ സ്വത്ത് വിൽക്കുന്ന സമയത്ത്? ആ സ്വത്ത് പണം വെച്ച് എനിക്ക് കുറച്ച് കാശ് തന്നിരുന്നെങ്കിൽ അവന്റെ പെങ്ങളും കുഞ്ഞുങ്ങളും രക്ഷപ്പെട്ടു പോയി. അറിയോ? എന്നോട് ആരും ഒന്നും ചോദിക്കാറില്ല ചന്ദ്ര. ചോദിക്കുക മാത്രമല്ല, പറയും ചെയ്യില്ല. മുത്തശ്ശിക്ക് അറിയോ, അവന്റെ ഫാക്ടറിയിലെ സ്ട്രൈക്ക് നടത്തുക, അടുത്ത അവന്റെ ജോലിയും പോവും. ആ മുത്തശ്ശി ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് രാമ 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 ജപിച്ചോണ്ടിരുന്നാ മതി. എന്താ എന്താ ഇവിടെ? എടോ ബാല, നിന്റെ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറയുന്നതിനാണല്ലോ ഞാൻ ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ. നീ നിന്റെ ചേച്ചിക്ക് എത്ര പവന്റെ ആഭരണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്? എടോ, നീ ഒരു സാരി അവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? എന്റെ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആളാണല്ലോ നിങ്ങൾ. ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചന്ദ്രേട്ടാ, നിങ്ങൾ അവനോട് സംസാരിക്കണ്ട. അല്ല, സംസാരിക്കട്ടെ. ഭാര്യയും കുട്ടികളെയും പോറ്റാൻ കഴിവില്ലാത്തവൻ കല്യാണം കഴിക്കാൻ പോകരുത്. മുത്തശ്ശി അവിടെ ചുമ്മാരിക്കണം. നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ സ്വർണവും സാരിയും. നിങ്ങൾ എത്ര വേണ്ട സ്വർണവും സാരിയും ചേച്ചിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. തറവാട്ടിലൊരു മുതല് കൈമാറ്റം ചെയ്യുമ്പോ അതിന്റെ അവകാശങ്ങൾ അറിയണ്ടേ? ഏത് മുതല്? ആര് കൈമാറ്റം ചെയ്തു എന്നാ പറയുന്നത്? അതെയോ, പൊട്ടം കളിക്കരുത് കേട്ടോ. നീ 8 സെന്റ് വെച്ചില്ലേ നിന്റെ ഇഷ്ടത്തിന്? ഓഹോ, അതാണോ കാര്യം? ആ, അത് തന്നെ. ഞാൻ കടം വാങ്ങിച്ചു അധ്വാനിച്ചു ഉണ്ടാക്കിയ സ്ഥലം വിൽക്കാൻ എനിക്ക് ആരോടും ചോദിക്കണ്ട. മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? അന്തസ്. അത് നിങ്ങൾക്കില്ല. ആണെങ്കാ ഉള്ളത്. പിള്ളേരെ പുസ്തകങ്ങളൊക്കെ എടുത്തോണം. പോവാം. അമ്മ നമ്മൾ എങ്ങോട്ടാ പോണേ? നമ്മൾ നമ്മുടെ വീട്ടിലേക്ക്. അപ്പൊ ഇത് നമ്മുടെ വീടല്ലേ? അയ്യ, ഇത് നമ്മുടെ വീട്ടിൽ ഒരൊറ്റ വീക്കം കയറും. പറയുന്ന അനുസരിച്ചാ മതി. ബാഗൊക്കെ എടുത്തോട്ടെ. നീ കൂടെ അറിയി വരുന്നുണ്ടോ? ഒന്ന് ക്ഷമിച്ചൂടെ എന്റെ ചന്ദ്ര? ഇനി വയ്യ മുത്തശ്ശി. ഒരു അടിയോട് പറഞ്ഞ വർത്തമാനാവാൻ എന്നോട് പറഞ്ഞത്. ഒന്നിന് 4 പെങ്ങൾക്ക് ചോറ് കൊടുക്കണ്ടവന്നല്ലേ അല്ലേ? മാത്രം എന്റെ കുഞ്ഞുങ്ങളെ പിരിഞ്ഞിരിക്കാൻ വയ്യ. എന്റെ മോനെ. ചേച്ചി, ഈ കുട്ടികളെങ്കിലും ഇവിടെ നിൽക്കട്ടെ ചേച്ചി. അവരുടെ പഠിത്തം. ഓ, അവരെത്രയൊക്കെ പഠിച്ചാ മതി ബാല. കഴിവില്ലാത്തവരല്ലേ. നടക്കും പിള്ളേരെ. ചന്ദ്രേട്ട, പെട്ടെന്നുള്ള ദേഷ്യത്തിന് ഞാൻ എന്തെങ്കിലും സാരമില്ല ബാല. പറഞ്ഞിട്ടുണ്ടോ? ചന്ദ്രേട്ടൻ ഏതായാലും അന്തസ്സില്ലാത്തവനല്ലേ. പക്ഷെ ഒരു സ്ത്രീക്ക് ഏറ്റവും വലുത് അവളുടെ ഭർത്താവും കുട്ടികളുമാ. ചേച്ചിയുടെ ഈ ഭർത്താവ് ഇത്രയും കാലം എവിടെയായിരുന്നു? പട്ടാളത്തിന് 8 സെന്റ് പോയെന്നറിഞ്ഞപ്പോ ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അല്ലേ? വെറുതെ അല്ലേ ഒരുത്തരും നിന്ന് തിരിഞ്ഞു നോക്കാത്തെ? മൂക്ക് പല്ല് മുളയ്ക്കുന്നവരെ നീയൊക്കെ അവിടെ തന്നെ ഇരിക്കും. സ്വഭാവമല്ലേ? എന്താ നോക്കിക്കണ്? അറിയാൻ കൂടി ഇനിങ്ങൾ കേട്ടിട്ട് ഒറ്റ അടി. ഇവിടെ ഓടിയോ, ഇവിടെ ഓടി, ഇവിടെ ഓടി.